അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിച്ചു, ദൂതന്മാർ അവിടെ നിന്ന് വരുന്നു, ചർച്ചകൾ നടത്തുന്നു, തിരിച്ചു പോകുന്നു. ചർച്ച എവിടെയും എത്താതെ പിന്നെ മറ്റൊരു ദൂതനെ പറഞ്ഞയക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ദൂതന്മാർ ഒരാൾക്ക് പുറകെ മറ്റൊരാളായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിജയിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ പോയാൽ സ്വാഭാവികമായും രണ്ടു ഭാഗത്തും ചെറിയ വാശി കടന്നുകൊള്ളും. അതോടുകൂടെ കാര്യങ്ങളെല്ലാം വളരെ അകന്നു പോയേക്കാം. അതുകൊണ്ട് ഏറ്റവും നല്ലത് അധികം വൈകാതെ ഈ വിഷയത്തിന് ഒരു തീരുമാനമുണ്ടാക്കലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചത്, തൻ്റെ ഒരു ദൂതനെ ഇതുവരെ പറഞ്ഞയച്ചിട്ടില്ല. അതും ഈ കാര്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് തൻ്റെ ഒരു ഔദ്യോഗിക ദൂതനെ മക്കയിലേക്ക് പറഞ്ഞയക്കണം. എന്നിട്ട് നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് മക്കയിൽ ചെയ്യാൻ പോകുന്നത്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സ് തുറന്ന് അവരുമായി സംസാരിക്കുക. മാത്രമല്ല, എന്നതിന് ശേഷം അവരെ ഈ വിഷയത്തിലെ ഒരു അനുനയത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഈ ദൂതൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തിയ വ്യക്തിത്വം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൊതുവെ സൗമ്യശീലനാണ്. അതിനനുസരിച്ച് ആവശ്യമായ ക്ഷമാശേഷി അദ്ദേഹത്തിനുണ്ട്. അതായത് ഒരു കാര്യം, ഒരു ദൗത്യശ്രമം വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് വിജയിച്ചു കൊള്ളണമെന്നില്ല, അത് അവസാനിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിരന്തരമായി സംസാരിക്കേണ്ടി വരും, വ്യത്യസ്തമായ ആൾക്കാരെ കാണേണ്ടി വരും, കണ്ടവരെ തന്നെ വീണ്ടും വീണ്ടും കാണേണ്ടി വരും, നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിനൊക്കെ പറ്റിയ ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ മാത്രമല്ല, മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ ഒന്നായ ബനു ഉമയ്യ കുടുംബക്കാരനാണ്. അങ്ങനെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ദൗത്യശ്രമത്തിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കാമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതുകയാണ്. പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് താങ്കൾക്കും വേണമെങ്കിൽ ഒപ്പം പോകാം എന്ന് നബി പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന് വളരെ കൃത്യമായ ഒരു മറുപടി പറഞ്ഞു. മറ്റൊന്നുമല്ല, നബിയെ, ഞങ്ങൾ ബനു ഉദൈ കുടുംബക്കാർ, ഞങ്ങൾ ബനു കഅബിൻ്റെ ഭാഗമാണല്ലോ. സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഈ ദൗത്യശ്രമത്തിനിടയിൽ മക്കയിൽ സംഭവിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ പിന്തുണക്കാനോ സഹായിക്കാനോ ആരും വരില്ല. ബനു കഅബ് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കില്ല. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഉമയ്യ അവിടെ വളരെ ശക്തരാണ്. അതുകൊണ്ട് ഈ ദൗത്യശ്രമത്തിനിടയിൽ എന്ത് സംഭവിച്ചാലും അതിന് ഉസ്മാൻ ബിൻ അഫ്ഫാനെ സഹായിക്കാൻ അവിടെ ആളുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ശത്രു മിത്രം എന്നൊന്നുമില്ല കുടുംബം എന്ന വികാരത്തിന് മുമ്പിൽ. അതുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാനെ പറഞ്ഞയക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുകയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ ദൗത്യവുമായി പറഞ്ഞയക്കുകയും ചെയ്തു. അവരോട് ചെന്ന്, ഞങ്ങൾ എന്തിനാണ് വന്നത്, ഞങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായും അതിലേറെ ഔദ്യോഗികമായും സംസാരിക്കാൻ വേണ്ടിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹം മക്കയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ചെറിയ ഒരു ഇടവഴിയുണ്ട്. അവിടെ ബൽദഹ എന്നാണ് അവിടേക്ക് പറയുക. ആ ബൽദഹിലെത്തിയപ്പോൾ അവിടെ ഖുറൈശികളിലെ ഒരാൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഉസ്മാൻ, എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിയുടെ ദൂതനായിട്ട് മക്കയിലേക്ക് ഖുറൈശികളെ, നേതാക്കന്മാരെ കാണാൻ, ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനെ തടയാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരി, ലക്കദാലിക്, നിങ്ങൾക്കത് ചെയ്യാം. മാത്രമല്ല അദ്ദേഹം അവിടെ നിന്ന് ഒരാളെ വിളിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒപ്പം പോകാൻ വേണ്ടി പറയുകയും ചെയ്തു. അത് ചരിത്രം പറയുന്നത് അബാൻ ബിൻ സയ്യിദ് ബിൻ ആസ് എന്ന് പറയുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായും ആരും ഉസ്മാൻ ബിൻ അഫ്ഫാനെ ആക്രമിക്കാൻ മുതിരുകയില്ല. കാരണം ഇതെന്തോ ഔദ്യോഗികമായ വരവാണ്, ദൂതനായിക്കൊണ്ടുള്ള വരവാണ് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഏതായിരുന്നാലും അവിടെ എത്തിയിട്ട് ഖുറൈശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അദ്ദേഹം ആദ്യമായി കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഉംറയ്ക്ക് വേണ്ടി വന്നതാണ്, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല. ഞങ്ങളുടെ കയ്യിൽ യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുക എന്ന ഉദ്ദേശം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വന്നിട്ട് കഅബ തവാഫ് ചെയ്യും, സഫാ മർവകൾക്കിടയിൽ സഅയ് ചെയ്യും, എന്നതിന് ശേഷം ബലിയറുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട മറ്റൊന്നുമില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യാനോ നിങ്ങളുമായി കലഹിക്കുവാനോ കലാപമുണ്ടാക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മക്കയിൽ നിന്ന് ഞങ്ങളുടേതായ ആരെയെങ്കിലും കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവകകൾ തട്ടിയെടുക്കാനോ ഇതൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഉദ്ദേശമില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ തടയരുത്, തടയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഖുറൈശി നേതാക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ശരി ഉസ്മാൻ, ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയി തവാഫ് ചെയ്തു കൊള്ളൂ, താങ്കൾക്ക് എന്ത് കർമ്മങ്ങളാണ് ചെയ്യാനുള്ളത് എങ്കിൽ ചെയ്തു കൊള്ളൂ. അതിൻ്റെ മറുപടിയായി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബി തിരുമേനിയുടെ അനുയായിയായി ഉംറ ചെയ്യാൻ വന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളിൽ ഒരാൾ നബി തിരുമേനി തവാഫ് ചെയ്യാതെ, നബി തിരുമേനിക്ക് അതിന് സാധ്യമാവാതെ ഞങ്ങൾ തവാഫ് ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. പിന്നെ അദ്ദേഹം ഓരോ നേതാക്കന്മാരെ കണ്ടു. ആരും ആദ്യത്തിൽ അനുകൂലമായി പ്രതികരിച്ചില്ല. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ആരും വളരെ പ്രതികൂലവുമായിരുന്നില്ല. അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള തീർപ്പിലേക്ക് എത്താതെ വരുമ്പോൾ ഇത്തരം ഒരു ദൗത്യത്തിന് വേണ്ടി പോകുന്ന ആൾ പിന്നെ ചെയ്യുക നിരന്തരമായി ശ്രമിക്കുക എന്നതാണ്. കൂട്ടത്തിൽ അയവുള്ളവരുണ്ടാകും, കൂട്ടത്തിൽ സരളമായി ചിന്തിക്കുന്നവരുണ്ടാകും, കൂട്ടത്തിൽ സഹകരണത്തിനും സാഹോദര്യത്തിനുമൊക്കെ വില കൽപ്പിക്കുന്നവരുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായി വീണ്ടും വീണ്ടും കണ്ട് അവരെ ഉപയോഗപ്പെടുത്തി അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന മറ്റുള്ള ആൾക്കാരെ കണ്ട് അങ്ങനെയൊക്കെ ചെയ്യും, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളിലായിരുന്നു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.